ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCക്ക് കീഴിൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് വകുപ്പിലേക്ക് വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSCയുടെ കാറ്റഗറി നമ്പർ 360/2025 പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് വകുപ്പിലേക്ക് വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് ഈ പോസ്റ്റിലേക്ക് സാലറി സ്കെയിൽ വരുന്നത്. സംസ്ഥാന തലത്തിൽ പ്രതീക്ഷിത ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും പുരുഷ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കുവാൻ അർഹരല്ല. സംസ്ഥാന തലത്തിൽ നേരിട്ടുള്ള നിയമനമാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC ST OBC തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവർക്ക് നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ പരിശോധിക്കാം. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് SSLC പരീക്ഷയോ തത്തുല്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശാരീരിക യോഗ്യതകളായിട്ട് കുറഞ്ഞത് 150 സെൻറ്റിമീറ്റർ ഉയരവും 2 കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തിയും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പോസ്റ്റിലേക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ്, ഹൈ ജമ്പ് 1.06 മീറ്റർ, ലോങ് ജമ്പ് 3.05 മീറ്റർ, പുട്ടിംഗ് ദ ഷോട്ട് 4 കിലോഗ്രാം ഭാരമുള്ളത് 4.88 മീറ്റർ, 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡ്, ത്രോയിങ് ദി ത്രോ ബോൾ 14 മീറ്റർ, ഷട്ടിൽ റേസ് 25x4 മീറ്റർ 26 സെക്കൻഡ്, സ്കിപ്പിംഗ് 1 മിനിറ്റ് 80 തവണ എന്നിങ്ങനെ 8 ഐറ്റംസാണ് ഫിസിക്കൽ ടെസ്റ്റിന് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവുകൾ കായികക്ഷമതാ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് എടുക്കുന്നതാണ്. നിശ്ചിത ശാരീരിക അളവുകൾ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ കായികക്ഷമതാ പരീക്ഷാ സമയത്ത് താഴെ കൊടുത്തിട്ടുള്ള ഫോറത്തിൽ സർക്കാർ സർവീസിലുള്ള അസിസ്റ്റൻറ്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടൻറ്റിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്നും ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് 360/2025 എന്ന കാറ്റഗറി നമ്പറിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 15/10/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് വിജയമുള്ള വനിതകൾക്ക് മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസിൽ വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. യോഗ്യതയുള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. 15/10/2025 ആണ് അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുൻപായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.